ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധനയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മൾ ദുരിതങ്ങളിലായിരിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഈ മനോഹരമായ പ്രഭാതനായ സ്തോത്രം ഈ വിശുദ്ധ ദിവസം ഭംഗി ആരാധിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, വിശുദ്ധ അലങ്കാരത്തോടെ യഹോവയുടെ മഹിമയെ വർണ്ണിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നിത്യം അംഗീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്ക് മഹത്വമായ
ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളെ സർവ്വശക്തനായ ദൈവത്തോട് വിനയമായി നമുക്ക് ഏറ്റുപറയാം. പാപസികാര പ്രാർത്ഥന ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തി മഹാകവിയുടെ പിതാവേ, ഞങ്ങൾ കാണാതെ ആളുകളെ പോലെ വഴിയിൽ നിന്ന് തിരിഞ്ഞിരിക്കും. ഞങ്ങളുടെ സൗന്ദര്യങ്ങളെ വിചാരങ്ങളെ മോഹങ്ങളെ സ്പർശിച്ചിരിക്കും. ഞങ്ങൾ നിന്റെ വിശുദ്ധാത്മാവിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല അരിഷ്ടമാരായ ബുദ്ധിമാരായ ഞങ്ങൾ അറിയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ കുറയോളം ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഭർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യർക്ക് അറിയിച്ചിരുന്ന വാക്കുപ്രകാരം അഴുതമുതലെ വീടുകൈക്കൊള്ളണമേ. മഹാകരുണാമേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഭക്തിയോട് നീതിയോട് സ്വന്തത്തോട് കിടന്ന് ക്രിസ്തുവിൽ കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ തന്നെ സേവിപ്പാനായിട്ട് അവർക്ക് താമസിക്കുന്നു. സമാധാനമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമത്തിൽ ബഹുമാനമാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 29-ാം സങ്കീർത്തനം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ക്ഷമിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോൽപ്പിക്കുന്നു. അവന്റെ മദനത്തിൽ സകല മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ തന്നെ സമാധാന ശക്തനും യഹോവ തന്നെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവർ കൈയും വിലാപവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവേദത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവസൃഷ്ടിയുടെയും പരിപാലനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹീത ദിവസത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സൈന്യങ്ങളെ തന്നെ സമർപ്പിക്കാൻ, പുതുക്കി പ്രദർശിക്കുവാൻ, പുതിയ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നവർ നന്ദിയോടെ സ്തുതിക്കുന്നു. താവേ, ഞങ്ങളുടെ പാനങ്ങളിൽ ദേശത്തായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. വലിയ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുത്തെ കൂടിയിരുന്ന എപ്പോഴും ഞങ്ങളെ വഴിനടന്ന വലിയ സ്നേഹത്തിനായി നിന്നോട് സ്തോത്രം. താവേ, ഈ സൃഷ്ടിയിൽ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് നമ്മോട് കാത്തിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തെ മുഴുവനായി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കും ഒരു വീണ്ടെടുപ്പുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളെ സൃഷ്ടാവായും ദൈവത്തിൽ ആശ്രയം വെച്ച് സൃഷ്ടിയെ പരിപാലിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും ഒരുക്കി ശക്തിയെ ജീവിച്ചണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിശുദ്ധ ദിവസം കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന എല്ലാവർക്കും സർവശക്തനായിരിക്കുന്ന ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. റോമർക്കുടെ ലേഖനം 8-ാം അധ്യായം 20-21 വാക്യം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. എല്ലാ വർഷവും ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കപ്പെടുകയാവുന്നുണ്ട്. ഇപ്രാവശ്യവും ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കപ്പെടുന്നതിനൊക്കെയും സാധ്യമായി തീർന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹമായി ഈ ഞായറാഴ്ച പരിസ്ഥിതി ഞായറാഴ്ചയായിട്ട് നാം ആചരിക്കപ്പെടുകയാവുന്നതാണ്. പലപ്പോഴും ആചരണങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെയും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് അല്പം വ്യതിയാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഇടയായി തീർന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ മാർച്ച് മാസം അവസാനത്തോടുകൂടി ആരംഭിച്ച ലോക്ക്ഡൌൺ മുഖാന്തരം ലോകത്തെ പ്രത്യേകിച്ച് പരിസ്ഥിതിയെ കുറച്ചൊക്കെയും മാലിന്യരഹിതമായി തീർക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. വീണ്ടും ലോക്ക്ഡൌൺ മാറിയ കാലഘട്ടത്തിൽ പരിസ്ഥിതിയിൽ വീണ്ടും പ്രയാസങ്ങൾ, ഒരു മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആഗോള കണക്കുകൾ പ്രകാരം 2019 മാത്രം ലോകത്താകെ 38 ലക്ഷം ഹെക്ടർ നിബിഡ വനം നശിച്ചു എന്നാണ് പരിസ്ഥിതിയുടെ പ്രത്യേക കണക്ക് പറയുന്നത്. മാത്രമല്ല, ഓരോ സെക്കൻഡിലും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് തുല്യമായ കാട് നശിക്കുന്നു എന്നും രേഖപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ അത്യാർത്തി മുഖാന്തരം സകലവും നശിപ്പിക്കുന്ന വലിയ ഒരു പ്രയാസം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മോട് ഓർമ്മപ്പെടുന്നത്, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള സർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്നാണ്. ഈ വാഴുക എന്നുള്ളത് ഇവിടെ അപ്രകാരം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിനെ പരിപാലിക്കുവാനുള്ള ഒരു അർത്ഥം കൂടി ഇവിടെ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത തലമുറയ്ക്കും ഈ പരിസ്ഥിതി അനുഗ്രഹകരമായി അല്ലെങ്കിൽ ഈ ഭൂമി നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഈ ദൈവകൽപ്പന പലപ്പോഴും മനുഷ്യന്റെ സ്വാർത്ഥപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി പരിസ്ഥിതിയെ, പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തെ യഥേഷ്ടം ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ലോക പരിസ്ഥിതി, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്ത് പണ്ടെങ്കിലുമില്ലാത്ത രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, മറ്റുള്ള പ്രയാസമൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസത്തിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ദൈവം ഓർമ്മപ്പെടുന്നത് വ്യവസ്ഥയിൽ നിന്നും വ്യവസ്ഥയിലേക്ക്, വ്യവസ്ഥയില്ലായ്മയിൽ നിന്നും വ്യവസ്ഥയിലേക്കും, ചൈതന്യമില്ലായ്മയിൽ നിന്നും ചൈതന്യത്തിലേക്കും, ക്രമരഹിതമായതിൽ നിന്നും ക്രമത്തിലേക്കുമുള്ള വലിയൊരു വ്യതിയാനം അവിടെ കാണുന്നുണ്ട്. അതാണ് വേദപുസ്തകത്തിന്റെ ദർശനമായിട്ട് നമ്മൾ കാണുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നാം പറയാറുണ്ട്, ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാകുന്നു എന്ന്. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പ്രകാരം തന്നെ സകലത്തെയും പരിപാലിക്കാനുള്ള ബാധ്യത ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ
നമുക്കെല്ലാവർക്കും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, വാഴ്ചകൾ ഇവയെല്ലാം ദൈവമുഖാന്തരവും ദൈവത്തിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്താൽ സൃഷ്ടിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ നാം പരിപാലിക്കുവാൻ ഇവിടെ ഓർപ്പെടുന്ന പോലെ തന്നെ ദൈവത്തിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ സന്ദേശം നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ സൃഷ്ടിയുടെ സമഗ്രതയാണ് ദൈവത്തിന്റെ രാജ്യം. അത് മത്തായി സുവിശേഷത്തിൽ പ്രത്യേകമായി ഓർപ്പെടുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും മഹത്തരമായതിനാൽ ആഹാരം, വസ്ത്രം തുടങ്ങിയവയെ കുറിച്ചുള്ള ആകുല ചിന്തകളിൽ നിന്നും മനുഷ്യൻ വിട്ടുനിൽക്കണമെന്ന് അവിടെ ഓർമ്മപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യവും നീതിയും സമാധാനവുമാണ്. ആ നീതിയും സമാധാനത്തിലൂടെ പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമാക്കിയത്. ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിന ചിന്താവിഷയം തന്നെ ടൈം ഫോർ നേച്ചർ എന്നുള്ളതാണ്. പ്രകൃതിക്ക് വേണ്ടി കുറച്ച് സമയം, അല്പസമയം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം മാറ്റിവെക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്ത് പരിപാലിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കിയത്. നമുക്കറിയാം, വേദോസപ്രകാരം പ്രത്യേകിച്ച് ലേവ്യ പുസ്തകമൊക്കെയും വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം യോബേൽ സംവത്സരം മറ്റു കാര്യമൊക്കെയും ആചരിക്കപ്പെടുന്ന വലിയ അനുഭവം അവിടെ നമുക്ക് കാണുവാനാണ് കഴിയുന്നത്. അത് ദൈവാനുപ്രകാരം ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവികമായിരിക്കുന്ന വലിയ കൽപ്പനയുടെ അനുഭവമായിരുന്നു എന്ന് നാം കാണുന്നു. അവിടെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ അതിനെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കിയത്. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം കാണുന്നത് റോമർക്ക് ലേഖനം തന്നെ 8-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുമ്പോൾ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. സൃഷ്ടിയുടെ പരിപാലനം മനുഷ്യരുടെ കൈകളിലാണ്. സൃഷ്ടിയുടെ പരിപാലനം മനുഷ്യരുടെ, നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതുകൊണ്ട് തന്നെ റോമർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ സൃഷ്ടിയെ പരിപാലിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ പരിസ്ഥിതിക്ക് ഒരു വീണ്ടെടുപ്പുണ്ടോ എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടെടുപ്പിനുള്ള സൃഷ്ടിയുടെ അഭിവാഞ്ച ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് കാണുന്ന സകലവിധ മാറ്റങ്ങൾക്കും പിന്നിൽ പ്രകൃതിയിൽ നിന്ന് മനുഷ്യരുടെ തെറ്റായ പ്രവണതകൾ ഉണ്ടായതാണ് എന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വേദപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതിനും നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയുടെ വീണ്ടെടുപ്പിനായി ഇന്ന് സൃഷ്ടിയും ഈറ്റുനോടിരിക്കുന്നു എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് വീണ്ടും ഓർമ്മപ്പെടുന്നത്. അപ്പോൾ ഈറ്റുനോടിരിക്കുന്ന ഈ സൃഷ്ടിയെ സംരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ നാം ബാധ്യസ്ഥനാണ്. ഇവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് മനുഷ്യനെയും തമ്മിൽ അകലം സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നു കയ്യനും ഹബേലും തമ്മിലുള്ള ബന്ധത്തിലുള്ള വീഴ്ചയാണ്. കയ്യനും ഹബേലും തമ്മിലുള്ള ബന്ധത്തിലുള്ള വീഴ്ച മനുഷ്യനെയും തമ്മിൽ അകലം സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായി തീർന്നത് മനുഷ്യൻ പാമ്പിന്റെ വാക്ക് കേട്ട് അതിന്റെ ഫലമായി ഉണ്ടാവുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ രണ്ടും വ്യത്യസ്തമായിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തക ലേഖനം 8-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ സൃഷ്ടി ദ്രവ്യത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാവുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമാക്കിയെന്ന് ഓർമ്മിക്കുന്നുള്ളൂ. സൃഷ്ടി ദ്രവ്യത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാവുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയുടെ കാത്തിരിപ്പ് എന്നുള്ളത് സമാധാനത്തിനായുള്ള കാത്തിരിപ്പാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവാനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാക്കിയാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം പഴയ വേദഭാഗം വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രൂപാന്തരപ്പെടുന്ന വലിയ അനുഭവം
അവിടെ നാം കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിലൂടെയും അതിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധ്യമാക്കിയാണ്. നമ്മുടെ കരങ്ങൾ ശുദ്ധമാകുമ്പോൾ നമ്മുടെ ദേശം അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടി ഇടയായി തീരും. സങ്കീർത്തനം 50 സങ്കീർത്തനം 4 വാക്യം വായിക്കുന്ന പ്രകാരമാണ്, ജനത്തെ ന്യായം വിധിക്കുന്നതിന് ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവം ന്യായം വിധിക്കുന്നതിന് വേണ്ടി, ജനത്തെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. രണ്ടാമത് നാം കാണുന്നത് സൃഷ്ടി ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സൃഷ്ടി ദൈവമഹത്വം വെളിപ്പെടുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ലോകത്തിൽ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാകുന്നു എന്ന് നാം വായിക്കുന്നു. ആ സൃഷ്ടി പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷമാണ് മനുഷ്യനെ ആ ഭൂമിയിൽ ആക്കുന്നത്. സകല ചരാചരത്തെയും സൃഷ്ടിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ സമാധാനമില്ലാത്ത ലോകത്തിൽ സമാധാനവാഹകനായിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ ലോകത്തിന് ദൈവം ദാനമായി നൽകിയത് സ്വന്തം പുത്രനെയാണ്. ആ സ്വന്തം പുത്രനെ ലോകം വിധിച്ചത് ആണിപ്പാടുകളായിരുന്നു എന്നാണ് കാണുന്നത്. ഈ ആണിപ്പാടുകളിലൂടെയാണ് ദൈവമഹത്വം വെളിപ്പെടുത്തുകയും മനുഷ്യനെ വീണ്ടെടുക്കുകയും ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്ന 20-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ദൈവം ലോകത്തെ, പ്രത്യേകിച്ച് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ മാനവരാശിക്ക് വേണ്ടി, മുഴുവർഗത്തിനും വേണ്ടി അവിടെ ആണിപ്പാടുകളേറ്റ് ക്രൂശിന്മേൽ യാഗമായി തീർന്ന് ഇന്ന് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്ത് ജീവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രകൃതിയെ, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ആ പരിസ്ഥിതിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ വലിയ പ്രയാസത്തിൽ നിന്ന് ഭൂമിയെ ആദരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുവാൻ മനുഷ്യർ സജ്ജരാകേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകം 24-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഈ പ്രപഞ്ചത്തെ നാം സംരക്ഷിക്കാവുന്നെങ്കിൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും, ഞാൻ ദേശത്ത് സമാധാനം തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയെ ആവശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹീതമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ തക്ക സമയത്ത് ഭൂമിക്ക് മഴ നൽകും, ഭൂമിയിൽ വിളവ് നൽകും, ഭൂമിയിലുള്ള വൃക്ഷം നമുക്ക് ഫലം നൽകും. മാത്രമല്ല സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ചുള്ള ദർശനങ്ങളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പാരിസ്ഥിതിക ദർശനത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ സകല സൃഷ്ടിയും രമ്യതരായി ഐക്യത്തിലും പാരസ്പര്യത്തിലും വസിക്കുന്ന ദർശനം നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്ന, അല്ലെങ്കിൽ സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നുന്ന, സർപ്പത്തിന് പൊടി ആഹാരമായി തീരുന്ന ഒരു പുതിയ ക്രമം ഉടലെടുക്കുന്നതായിട്ട് നാം കാണുന്നു. അതെ, സർവഭൂമിയും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈറ്റുനോവോടുകൂടി ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. അതോടൊപ്പം ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ വലിയ പ്രക്രിയയിലായിരുന്നുകൊണ്ട് ആ മനുഷ്യരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ചേർന്ന് ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ദൈവമഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാനായിട്ട് സാധ്യമായി തീരണം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാകുന്നു. ആ ഭൂമിയിലായിരുന്നുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തിയുള്ള
നശിക്കാതിരിക്കേണ്ടതിനും ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് ജ്ഞാനത്തെ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനപ്പെടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൗത്യ പൂർത്തീകരണത്തിനായി അധ്വാനിക്കുന്നു. വിമോചിപ്പിക്കപ്പെട്ട നവസമൂഹമാകുവാൻ എന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവുമായി നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളെ ജീവനിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിന് ഞങ്ങളോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ശക്തിയെ ഭയപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശക്തിയുടെ ആത്മകൾക്കുകയും എന്റെ താഴ്മനാശനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരങ്ങൾ കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സർവ്വശക്തനായ കർത്താവേ, നിന്റെ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തേക്കും ശരീരത്തിനും ആത്മാവിനും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളെ വഴികൾ നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ഹൃദയങ്ങളുടെ ശുദ്ധിച്ചു വരുവാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് സമയം വിനിയോഗിക്കാം. ഈ പ്രത്യേക സമയം ദൈവത്തോട് അടുത്ത് ദൈവകൃപയിൽ ആയിരിക്കാൻ നമ്മെ സമർപ്പിക്കാം. ലോക വ്യാപകമായിട്ടുള്ള ബാധകളാൽ ജനം ഭീതിയിലായിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ അനേക രോഗബാധിതരായി, അനേക ക്ഷീണിതരായി, നിരാശയോടെ കഴിഞ്ഞു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ സകലത്തെയും ജയിച്ച കർത്താവിന്റെ നാമത്തിൽ ദൈവശക്തിയിൽ
Amen.